നിരവധി പുതിയ തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമാണ് മോഹൻലാലിനെ വെച്ച് സിനിമകൾ ഒരുക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പല സിനിമകളുടെയും റൂമറുകൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ ഇവരൊക്കെ മോഹൻലാലിനെ സമീപിച്ചു എന്നത്. എന്നാൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അവരെല്ലാവരും വിശ്വസിക്കുകയുള്ളൂ. അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ റൂമറുകളൊക്കെ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മോഹൻലാലുമായി കഥകൾ ഡിസ്കസ് ചെയ്യാൻ എത്തി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വാസ്തവം. ഇപ്പോഴത്തെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു യുവ സംവിധായകൻ കൂടി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മലയാളത്തിലെ ഗംഭീരമായ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ച ജൂഡ് ആന്റണി ജോസഫാണ്. ഓം ശാന്തി ഓശാന എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ കരിയർ തുടങ്ങിയ വ്യക്തിയാണ് ജൂഡ് ആന്റണി ജോസഫ്. ഒരു മുത്തശ്ശി കഥ, സാറാസ് തുടങ്ങി മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ 2018 എന്ന സിനിമകളെല്ലാം ഒരുക്കിയ ജൂഡായിരുന്നു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകന്മാരാക്കി ചിത്രങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളെപ്പറ്റി അടുത്തിടെ സംസാരിക്കുകയുണ്ടായി ജൂഡ് ആന്റണി. ഓം ശാന്തി ഓശാനയ്ക്ക് മുമ്പ് കഥ പറഞ്ഞത് മമ്മൂട്ടിയോടാണെന്നും അത്ര ശരിയാവാത്തതുകൊണ്ട് അദ്ദേഹം പച്ചക്കൊടി കാണിച്ചില്ലെന്നും ജൂഡ് പറയുന്നുണ്ട്. മമ്മൂട്ടിയുടെ ആത്മകഥ സിനിമയാക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ജൂഡ് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ മോഹൻലാലിനോടും കഥ പറയാൻ ജൂഡ് ആന്റണി ചെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിയെ വെച്ച് വലിയൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്, നീ എന്നാണ് കഥയുമായി വരുന്നതെന്ന് മമ്മൂക്ക ചോദിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും എനിക്ക് നല്ലൊരു കഥ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, മമ്മൂക്ക സമ്മതിക്കുന്നില്ല. ഓം ശാന്തി ഓശാനയ്ക്ക് മുമ്പ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അതൊരു ഉഗ്രൻ കഥയാണ്. വൈക്കം പോലെ ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന സാധാരണക്കാരനായ പയ്യൻ സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ച് മെഗാസ്റ്റാറായ കഥയുണ്ട്. അത് വായിച്ചതിന് ശേഷമാണ് സിനിമയാക്കണമെന്ന് തോന്നിയത്. അന്ന് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. എന്നിട്ട് പോലും നീ അത് ചെയ്തോ എന്ന് പറഞ്ഞ ആളാണ് മമ്മൂക്ക. ഞാൻ തന്നെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എഴുതി വന്നത് അത്ര ശരിയാവാത്തത് കൊണ്ടാവാം അദ്ദേഹം പച്ചക്കൊടി കാണിച്ചില്ല. പിന്നീട് മറ്റൊരു സിനിമ എനിക്ക് വന്നപ്പോൾ അത് പോയി ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്റെ ജീവിതം അങ്ങനെ സിനിമയാക്കാനുള്ളതൊന്നും ഇല്ല, ഞാൻ അത്രയ്ക്കുള്ള ആളായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ വിട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴും അതിന്റെ പുറകെ തന്നെയുണ്ട്. അതുപോലെ ലാലേട്ടന്റെ അടുത്തും 4-5 പ്രാവശ്യം കഥകളുമായി പോയിട്ടുണ്ട്. അപ്പോഴും ഇത് മതിയോ മോനെ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ജൂഡ് ആന്റണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇവർക്കെല്ലാവർക്കും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ വെച്ച് ഗംഭീര സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ സ്ക്രിപ്റ്റും കഥകളും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുതന്നെയാണ് മോഹൻലാലും അന്വേഷിച്ച് നടക്കുന്നത്. പുതിയ സംവിധായകരിൽ നിന്നും വ്യത്യസ്തമായതൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വ്യത്യസ്തത തേടിയെത്തിയത് ഇപ്പോൾ മോഹൻലാൽ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് തുടരും എന്ന ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തുടരും എന്ന സിനിമ യുവ സംവിധായകനായ തരുൺ മൂർത്തിയാണ് ഒരുക്കുന്നത്. തരുൺ മൂർത്തി അങ്ങനെ ഒരു ഗംഭീര സ്റ്റോറി മോഹൻലാലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ കഥ പറയുന്ന മോഹൻലാലിന്റെ ഒരു സാധാരണ കഥാപാത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു. ഒരു വ്യത്യസ്ത സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗംഭീര ഫാൻ ഷോകളൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി ആരാധകർ ഒരുക്കുന്നത്. ഫാൻ ഷോകൾ ഒരുക്കുന്നത് മാത്രമല്ല അതിന്റെ ടിക്കറ്റുകളൊക്കെ ഗംഭീരമായി സെയിലും ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ ഗംഭീരമായ ഒരു റിലീസ് തന്നെയായി മാറുകയാണ് തുടരുമെന്ന മോഹൻലാൽ ചിത്രം. ഒരു പോസിറ്റീവ് അഭിപ്രായത്തിന് വേണ്ടി തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. കൂടാതെ തുടരും എന്ന ചിത്രത്തിൽ നിന്നും ചില പ്രൊമോഷൻ മെറ്റീരിയലുകൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നത് ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുകയാണ്. ചിത്രത്തിന്റേതായ ഒരു ടീസർ വരാൻ പോകുന്നു എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്. ഇന്നേ ദിവസം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട്. ടീസർ സെൻസർ ചെയ്തു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മെയിൻ മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 38 സെക്കൻഡ് ലെങ്ത് ഉള്ള ഒരു ടീസറാണ് തുടരും എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. ഉടനെ തന്നെ ചിത്രത്തിന്റെ ടീസർ നമുക്ക് മുന്നിലേക്ക് എത്തിക്കും എന്ന വിവരങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും സെൻസർ കഴിഞ്ഞ സ്ഥിതിക്ക് പ്രതീക്ഷിക്കാം തുടരും എന്ന ചിത്രത്തിന്റെ ടീസറിനായി തന്നെ. തുടരും എന്ന ചിത്രത്തിൽ നിന്നും ഇതുവരെയും ഒരു പ്രൊമോഷൻ മെറ്റീരിയലുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കോലാഹലം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രം റിലീസ് ചെയ്യാനായിട്ടായി. പ്രൊമോഷൻ പരിപാടികളൊന്നും ഇനിയും തുടങ്ങുന്നില്ലേ, റിലീസിന് തലേ ദിവസമാണോ പ്രൊമോഷൻ എന്ന രീതിയിലൊക്കെയാണ് അവരുടെ വലിയ ചോദ്യങ്ങൾ എത്തിയിരിക്കുന്നത്. അടുത്തിടയ്ക്ക് പല സംവിധായകർക്കെതിരെയും ചില ആരാധകരോ പ്രേക്ഷകരോ ഒക്കെ തിരിയുന്നത് വലിയ കൗതുകത്തോടെയാണ് സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തുടരും എന്ന ചിത്രത്തിൽ നിന്നും പ്രൊമോഷന്റെ ഭാഗമായി ടീസർ ഉടനെ തന്നെ എത്തും എന്ന വിവരങ്ങൾ അവർ നൽകിയിരിക്കുന്നത്.